बेवफा तेरा मासूम चेहरा भूल जाने के काबिल नहीं है। അസ്സലാമു അലൈക്കും, നമസ്കാരം. പ്രിയപ്പെട്ടൊരു PMA സലാമാണ്. ഞാനിപ്പോൾ ഈ വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് വളരെ മനസ്സ് നിറഞ്ഞുകൊണ്ട് വളരെ സന്തോഷമുള്ള നിങ്ങളുടെയൊക്കെ കാരുണ്യം കൊണ്ട് ഒരു ജീവിതം തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞ ഒരു വ്യക്തിയുടെ അടുത്താണ് ഇപ്പോൾ ഞാനുള്ളത്. ഇപ്പോൾ ഇദ്ദേഹത്തെ മനസ്സിലായി കാണും. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഒരുപാട് എന്താ പറയുക സന്തോഷത്തിൽ ഇപ്പോൾ ഇരിക്കുന്ന പ്രിയപ്പെട്ട വിവേകിൻ്റെ അടുത്താണ്. വിവേക് കണ്ണൂർ ജില്ലയിൽ കണ്ണപുരം പഞ്ചായത്തിൽ ചെറുകുന്ന് എന്ന് പറയുന്ന സ്ഥലത്തുള്ളതാണ്. ഒരു മുൻ പ്രവാസിയായിരുന്നു വിവേക്. വിവേകിനെ സംബന്ധിച്ച് വിവേകിൻ്റെ വൃക്കകളും തകരാറിലായി 2 വർഷത്തോളം വിവേക് ചികിത്സയിലായിരുന്നു. ഡയാലിസിസിനും ബുദ്ധിമുട്ടിലൊക്കെ ആയിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവിടുന്ന് കമ്മിറ്റിയുടെ ആളുകളൊക്കെ ബന്ധപ്പെട്ട് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചത് കൊണ്ട് വിവേകിന് വേണ്ടി ഒരു വീഡിയോ ചെയ്യണമെന്നും സഹായം ചെയ്യണമെന്നൊക്കെ അഭ്യർത്ഥിച്ച് നമ്മളടുത്ത് വരികയും നമ്മളത് ഏറ്റെടുക്കുകയും ചെയ്ത് അങ്ങനെ വിവേകിൻ്റെ അടുത്ത് പോയി കണ്ണൂർ പോയി നമ്മൾ വിവേകിന് വേണ്ടി ഒരു വീഡിയോ ചെയ്ത് സന്തോഷം എന്ന് പറയുന്നത് വിവേകിൻ്റെ സർജറി കഴിഞ്ഞു. വിവേക് ഇപ്പോൾ സന്തോഷത്തിലാണ്. വിവേക് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. 2 ചെറിയ മക്കളും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അമ്മയും ഒക്കെ അടങ്ങുന്നൊരു കുടുംബം. അവർക്ക് വലിയൊരു പ്രതീക്ഷ നമുക്ക് നൽകാൻ സാധിച്ചു. അങ്ങനെ വിവേക് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന് ഇന്ന് നമ്മുടെ ഒരുവനായി നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ വിവേകിനെ നിങ്ങളെ കാണിക്കാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോയുമായിട്ട് വന്നത്. വിവേക് ഒരുപാട് വിഷമം അനുഭവിച്ചതാണ്. ഇന്ന് ആ വിവേക് സന്തോഷത്തോടെ ഞാനിപ്പോൾ ഇവിടെ നിന്ന് വിവേകിനെ കാണുമ്പോൾ വിവേകിൻ്റെ എന്താ പറയുക അന്നത്തെ ആ ഒരവസ്ഥയും ഇന്നത്തെ ഒരു രീതിയും വെച്ച് നോക്കിയപ്പോൾ വിവേകിൽ വളരെ പ്രസന്നവദനായിട്ടാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. അതിനൊക്കെ കാരണക്കാർ നിങ്ങളെപ്പോലുള്ള സുമനസ്സുകളും സർവശക്തനുമൊക്കെയാണ്. ഇതിനൊക്കെ നന്ദി നിങ്ങളോട് അറിയിക്കുകയാണ്. ഇതുപോലുള്ള ഓരോരുത്തരുമാണ് എൻ്റെ മുമ്പിലേക്ക് നമ്മുടെ മുമ്പിലേക്കൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ ഇനി വിവേകൻ്റെ കൂടെ ഉണ്ട്. വിവേകിൻ്റെ കാര്യങ്ങൾ വിവേക് പറയും. എന്തായാലും നമസ്കാരം. സലാമൊക്കെ പറഞ്ഞ വിവേക് ഞാനാണ്. ഞാൻ ഏകദേശം 2.5 വർഷത്തോളം ഡയാലിസിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡയാലിസിസ് എന്ന് വെച്ചാൽ ഞാൻ ഏകദേശം ഒരു 1.5 വർഷത്തോളം സർജറിക്ക് വേണ്ടി ട്രാൻസ്പ്ലാന്റിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ സാമ്പത്തികമായിട്ട് എങ്ങനെ നമുക്ക് ഫണ്ട് കണ്ടെത്താൻ പറ്റിയില്ല. അങ്ങനെ എൻ്റെ കൂട്ടുകാരും നാട്ടുകാരും ഒരു കമ്മിറ്റി ഉണ്ടാക്കി സലാമക്കയോട് റിക്വസ്റ്റ് ചെയ്ത് സലാമക്ക വന്ന് ഒരു വീഡിയോ ചെയ്തു തന്നു. അതുവരെ നമുക്ക് വേറെ പ്രതീക്ഷയൊന്നും ഉണ്ടായിട്ടില്ല സർജറി നടക്കുന്നുള്ളത്. അങ്ങനെ ഡയാലിസിസ് ചെയ്ത് പോകാമെന്നുള്ള ഒരു തീരുമാനത്തിലുണ്ടായിന്. അപ്പോൾ ചങ്ങായിമാരും വീട്ടുകാരും എല്ലാവരും നിർബന്ധപ്രകാരമാണ് ഞാനിങ്ങനെ സർജറിക്ക് തയ്യാറായിരുന്നു. അപ്പോൾ ഫണ്ടായിരുന്നു നമ്മുടെ മുന്നിൽ ഏറ്റവും വലിയ പ്രതിസന്ധി. അത് സലാമക്കയുടെ വീഡിയോയിലൂടെ ചെറിയ ദിവസങ്ങൾ, അതായത് 4-5 ദിവസം കൊണ്ട് നമ്മൾ ഇപ്പം ഞാനൊരു സ്വപ്നത്തിലേക്കും പോലെയാണ്. കാരണം ഈ ഒരു ജീവിതം പുനർജന്മം തന്നെയാണ്. സന്തോഷം എങ്ങനെയാണ് പറഞ്ഞറിയിക്കുക. എന്നെ സഹായിച്ച എല്ലാവരോടും, ദൈവത്തിനോടും, സലാമക്കയോടും, എൻ്റെ കൂട്ടുകാരോടും, അതിന് പുറമെ എൻ്റെ വൈഫിനോടും. കാരണം ഇതുവരെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് എനിക്കറിയാം. അതിൻ്റെ അവസ്ഥയും കാര്യങ്ങളെല്ലാം എങ്ങനെ എത്ര നന്ദി പറഞ്ഞാൽ തീരില്ല. അത് വാക്കുകളിൽ തീർക്കുന്നില്ല. അതുപോലെ പ്രാർത്ഥന എന്നെ സഹായിച്ച എല്ലാ കുടുംബത്തിനും എല്ലാവർക്കും നമ്മളെ പ്രാർത്ഥനയിൽ എപ്പോൾ ഉൾപ്പെടുത്തും. അതുപോലെ ഇനി അങ്ങോട്ടും നിങ്ങളെ പ്രാർത്ഥന വേണം. വിവേകിൻ്റെ വാക്കുകൾ ഇപ്പോൾ നമ്മൾ കേട്ടു. വിവേക് അന്നും എന്നോട് പറഞ്ഞത് പ്രതീക്ഷ അസ്തമിച്ച് ഇരിക്കുന്നൊരവസ്ഥയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ട്രാൻസ്പ്ലാന്റ് നടക്കില്ല കാരണം പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളോട് ഒരുപാട് സങ്കടങ്ങളൊക്കെ അന്ന് പറഞ്ഞതാണ് വിവേക്. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ അതിന് ഫണ്ടായി. വിവേകിന് വീഡിയോ ചെയ്തു. വിവേകിന് വലിയൊരു പ്രതീക്ഷയല്ല, പ്രതീക്ഷയ്ക്കപ്പുറം വിവേകിൻ്റെ സർജറി നടത്താൻ നമ്മളെ കൊണ്ടൊക്കെ സാധിച്ചു. എല്ലാവരോടും നന്ദിയുണ്ട്. വിവേകിൻ്റെ പ്രത്യേകിച്ച് വിവേകിൻ്റെ സുഹൃത്തുക്കൾ, ഒരുപാട് സുഹൃത്തുക്കൾ, സ്പാരോസ് ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു കൂട്ടം ക്ലബിലുള്ള വിവേകിൻ്റെ സുഹൃത്തുക്കൾ, നാട്ടുകാരായിട്ടുള്ള ആളുകൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി സംഘടനകളുടെ ആളുകളൊക്കെ ഇതിനു വേണ്ടി നമ്മളോടൊപ്പം നിന്നിട്ടുണ്ട്. അവരോടൊക്കെ നന്ദി അറിയിക്കുകയാണ്. പിന്നെ നാട്ടുകാരനെ ഡോക്ടർ ഷാവുൽ ഹമീദ് സാറ്, അദ്ദേഹമൊക്കെ ഒരുപാട് ഇതിനു വേണ്ടി നമ്മളെ റിക്വസ്റ്റ് ചെയ്യുകയും അതിനുവേണ്ടി പറയുകയും ഒക്കെ ചെയ്തതിന് ശേഷമാണ് നമ്മുടെ എത്തപ്പെട്ടതും ചെയ്തതൊക്കെ. അപ്പോൾ എല്ലാവരോടും ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ സഹായിച്ച എല്ലാവരോടും ഞാനും നന്ദി അറിയിക്കുകയാണ്. കാരണം വിവേകന് ഇനിയും ആരോഗ്യം ആയുസ്സൊക്കെ ദൈവം നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.